പുനർജനി കേസിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് നടപടി അസാധാരണമെന്ന് എം.വി. ഗോവിന്ദൻ. എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും ക്ലീൻ ചീറ്റ് നൽകി സ്വതന്ത്രമായ ഒരു അന്വേഷണം ഇത്രയും വേഗത്തിൽ അവസാനിപ്പിച്ചത് ശരിയല്ലെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തിടുക്കപ്പെട്ട് ക്ലീൻ ചീറ്റ് നൽകിയത് അസാധാരണമായ നടപടിയാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പറഞ്ഞു. പദ്ധതിയെക്കുറിച്ചുള്ള ഗൌരവകരമായ തെളിവുകളും വിദേശ ഫണ്ട് സമാഹരണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും നിലനിൽക്കെ സ്വതന്ത്രമായ ഒരു അന്വേഷണം ഇത്രയും വേഗത്തിൽ അവസാനിപ്പിച്ചത് ശരിയല്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അഴിമതി ഇല്ലാതാക്കാൻ പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിച്ച ആഭ്യന്തരമന്ത്രി തന്നെ തൊട്ടുപിന്നാലെ ഇത്തരം ഗൌരവകരമായ ഒരു വിഷയം തേച്ചുമായ്ച്ചു കളയാൻ ശ്രമിക്കുന്നത് വൈരുദ്ധ്യമാണെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. വിദേശത്തുനിന്ന് 22,500 പൗണ്ട് വിവിധ വ്യക്തികളിൽ നിന്നാണ് സമാഹരിച്ചത് എന്നും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മണപ്പാട്ട് ഫൗണ്ടേഷനാണ്, അവരുടെ അക്കൗണ്ടിലാണ് ഇത് എത്തിയിട്ടുള്ളത് എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ആഹ്വാനം ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ ഇത് കൈകാര്യം ചെയ്യാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് മണപ്പാട് ഫൗണ്ടേഷനാണ് എന്ന് വി.ഡി. സതീശൻ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, വിദേശത്ത് നിന്ന് ഫണ്ട് പിരിച്ചിട്ടുണ്ട്, ഫണ്ട് പിരിക്കുന്നതിന് അനുവാദം നേടിയിട്ടില്ല എന്നുള്ളത് ഏതാണ്ട് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അഴിമതി ഇല്ലാതാക്കാനുള്ള പരിപാടിയുടെ ഭാഗമായി ഗൗരവപൂർവ്വം കേരളം ചർച്ച ചെയ്ത ഒരു പ്രശ്നം തേച്ചുമാച്ച് കളയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ പ്രഖ്യാപിച്ച് ഇന്ന് ആവുമ്പോൾ വിജിലൻസിൻ്റെ ഭാഗമായിട്ട് കിട്ടി എന്ന് പറയുന്ന റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് ക്ലീൻ ചിറ്റ് നൽകുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. സ്വതന്ത്രമായ അന്വേഷണം അവസാനിപ്പിച്ചത് ശരിയല്ലെന്നും കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ ഇതിലെ സത്യം പുറത്തുവരികയുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.